മുജാഹിദുകളൊക്കെ മരിച്ചെടുക്കൽ കക്കൂസിലാണ്. ഇത് മനസ്സിലാക്കണം. ഈ മരിച്ച വീടും കക്കൂസും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ അതിനെ ബന്ധപ്പെടുത്തി ഇതിനെ സംസാരിക്കുന്നത് മഹാകളവാണ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും അങ്ങനെയാണ്. അവ 63ാമത്തെ കളവായത് പിടിച്ചോ. ഇനി നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വെറുതെ പറയുകയല്ല. അവക്ക് ഇവര് പ്രമാണങ്ങൾക്കെതിരെ നുണ പറഞ്ഞതിലേക്ക് പോവുകയാണ്. 64ാമത്തെ നുണ നിങ്ങൾ പിടിച്ചോ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇടയാളന്മാര് പാടില്ല എന്ന വാദം, ഇടയാളന്മാര് പാടില്ല എന്ന വാദം 64ാമത്തെ നുണയാണിത്. സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെയും ഇടയ്ക്ക് മധ്യവൃത്തി പാടില്ല. ഈ വാദം നോക്കൂ നിങ്ങൾ. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ടെന്ന് പറയും. എന്റെ പ്രിയപ്പെട്ട സുന്നി, നാഥൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ? ഇടയാളുണ്ടായിരുന്നുവോ? കിട്ടിയില്ലേ? കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ട സുന്നി, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 5 ഇരുട്ടറകൾക്കുള്ളിൽ കഴിഞ്ഞില്ലേ? 5 ഇരുട്ടറകൾക്കുള്ളിൽ ഈ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞില്ലേ? എങ്ങനെ ഈ 5 ഇരുട്ടറ? ഒന്ന് രാത്രിയുടെ ഇരുട്ട്, ഒന്ന് തിരമാലകളാകുന്ന ഇരുട്ട്, 3 കടലിന്റെ ഇരുട്ട്, 4 ആഴക്കടലിന്റെ ഇരുട്ട്, 5 മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്. ഈ 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബി പ്രാർത്ഥിച്ചില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ച തമ്പുരാനെ, സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നാഥാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാഥാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാഥാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാഥാ, നീ എത്ര പരിശുദ്ധനാണ്. ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ നാഥാ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മഹാനായ യൂനുസ് നബി ഇടയാളന്മാരില്ലാതെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വീകരിച്ചുവോ? എന്തായി അയാൾ പറഞ്ഞതിന്റെ ചുരുക്കം, ഇടയാളന്മാരില്ലാതെയാണ് നബിമാരുടെ ചോദ്യം. അങ്ങനെയാണോ എല്ലാ ചോദ്യവും? അല്ല, കളവാണെന്ന് ഞാൻ സക്കരിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാം. 64ാമത്തെ കളവ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അമ്പിയാക്കൾ പലപ്പോഴും ഇടയാളന്മാരെ ആക്കുന്നതിനെ അംഗീകരിച്ചിരുന്നു എന്ന് സക്കരിയ സ്വലാഹി തന്നെ പറഞ്ഞു. സക്കരിയ സ്വലാഹി വരട്ടെ, അയാളോടൊരു ചോദ്യം. എന്താ സക്കരിയ സ്വലാഹിയോട് ചോദ്യം എന്നറിയോ? സക്കരിയ സ്വലാഹി ഏതൊരു മുഖാമുഖത്തിൽ ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന രൂപത്തിൽ മുഖാമുഖം നടത്തിയപ്പോ അതിൽ നിന്നൊരു ചോദ്യമാണ്, അല്ല യാക്കൂബ് നബിയുടെ മക്കൾ എന്തിനാ യാക്കൂബ് നബിയാവുന്ന ഉപ്പയുടെ സമീപത്ത് വന്ന് പറഞ്ഞു, ഉപ്പ നിങ്ങള് അള്ളഹാനോടൊന്ന് പറയണം കേട്ടോ ഞങ്ങളെ കാര്യം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? യാക്കൂബ് നബിന്റെ മക്കൾക്ക് നേരെ അള്ളഹാനോട് പറഞ്ഞാ പോരെ. അതിന്റെ ഇടയിൽ എന്തിനാ അവര് ഇടയാളൻ? അതിന് സക്കരിയ സ്വലാഹി പറയുന്നു, ഇടയാളന്മാര് വേണം. തരട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അതല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. തൊപ്പിയിട്ടത് ഏതായാലും മുതലായിപ്പോയി. അതിലപ്പുറം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വാദം അതാണ്. ഞങ്ങളെക്കാൾ അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു. നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. സമ്മതിച്ചില്ലേ നിങ്ങൾ? ഇതുകൊണ്ടാണ് നിങ്ങൾ കളവിന്റെ ആളുകളായത്. നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ 65ാമത്തെ കളവിലേക്ക് വരുന്നു. അതെന്താണെന്നറിയോ? ഞാൻ പ്രമാണങ്ങൾക്കെതിരെ ഇവർ കളവ് പറയുന്നതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ അടുത്ത് നടന്ന നമ്മുടെ സംവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. മുജാഹിദുകൾ കളവ് പറഞ്ഞ് പിടിക്കപ്പെട്ട സന്ദർഭങ്ങളേറെ.
നമ്മളെ കളവുകളിൽ അതും കൂടി കടന്നു വരണമല്ലോ. 65ാമത്തെ നുണ എടമുട്ടം സംവാദത്തിൽ വെച്ച് സക്കരിയ സലാഹി കാച്ചിയ നുണയാണ്. എന്താ സക്കരിയ സലാഹി പുസ്തകം കട്ടുവായിച്ചു, അപ്പുറം വായിച്ചില്ല അപ്പുറം വായിച്ചില്ല. പേരോട് ഉസ്താദ് കൈയോടെ പിടികൂടിയിട്ട് പറഞ്ഞു, മൗലവി അതിന്റെ അപ്പുറം ഒന്ന് വായിക്ക്. അവസാനം മുജാഹിദിന്റെ മധ്യസ്ഥനും പറഞ്ഞു, ഒന്ന് വായിച്ചു കൊടുക്കി സക്കരിയ. അയാള് പറഞ്ഞു, എനിക്ക് കഴിയൂല, അതിന്റെ അപ്പുറം പുറക്കാണ്, നിങ്ങൾ വായിച്ചോളി, ഞാൻ വായിക്കൂല. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറമുണ്ടോ അപ്പുറമുണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞ കയ്യിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ചാൽ നടുവത്ത് ഇല്ലാതാകുമോ? നടുവത്ത് വായിച്ചാൽ നിൽക്കിയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻകും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മളേതാണെങ്കിലും എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അപ്പൊ എന്തായി? വായിച്ചില്ല. സംവാദത്തിലും കളവ്. ഇനി 66ാമത്തെ കളവ് കേൾക്കണോ? നമ്മളെ കുട്ടികൾ പിടിച്ച കളവ് കൊണ്ടോട്ടിയിൽ വെച്ച്. അത് നമ്മുടെ സലാം സുല്ലമിന്റെ കളവ്. അതെന്താ? സുല്ലമി അവിടെ ഒരു വാദപ്രതിവാദത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി. അപ്പുറത്തുള്ളതാരാന്നൊരു സാധാരണക്കാരാണ്, ഒരു വൈദ്യര്, അവിടെയൊക്കെ മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ആ വന്ന തന്നെ തോൽവിയാണ്. വേറൊരു സാധാരണക്കാരൻ. ഇപ്പുറത്തുനിന്ന് വന്നത് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, സലാം സുല്ലമിയെ പോലെയുള്ള മുജാഹിദിന്റെ വലിയ കോജാക്കന്മാർ. പക്ഷേ ഇവര് മനസ്സിലാക്കി, ഈ കോജാക്കന്മാർ മനസ്സിലാക്കിയത് എന്താ? അപ്പുറത്ത് കുട്ടികളാണല്ലോ, എത്ര നുണ വായിച്ചാലും കുഴപ്പമില്ല, നുണയാണ് പോലെ പരിപാടി മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇയാള് ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഫത്ഹുൽ ബാരി പറഞ്ഞിട്ട് പറഞ്ഞു, ഓ സുന്നികളെ, നിങ്ങൾ പറഞ്ഞ ഹദീസ് ദഈഫാണെന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. ഫത്ഹുൽ ബാരിയിൽ അങ്ങനെയല്ല, നുണ പറഞ്ഞതാ. 66ാമത്തെ നുണങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മുടെ കുട്ടികൾ നേരെ കൈയോടെ പിടികൂടിയിട്ട് ചോദിച്ചു, മൗലവി ഈ താടി ധരിച്ച ആളുകൾ ഞങ്ങളെ കുട്ടികളെ മുമ്പിൽ വന്നിട്ട് കളവ് വായിക്കണോ? നിങ്ങൾക്ക് നാണമില്ലേ? അപ്പൊ എല്ലാ സ്ഥലത്തും കളവ്. 66ാമത്തെ നുണയും അത് പിടികൂടുന്ന രംഗവും ഒന്ന് കാണുങ്ങൾ. ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഹാദൽ അസ്റു, ഈ സംഭവം അലാ ഫർദി സുഹത്തി അദീസല്ല. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട്, വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഈ അസർ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കമാ ഖാല ശാരിഉ ലൈസ ബിഹുജ്ജ. അതൊരു പിന്നെ മൗലവിസാർ ഇവിടെ ഇബാറത്ത് പച്ചക്കള്ളം പറഞ്ഞു പോലെ നിങ്ങളെ. അത് എവിടെ ഫത്ഹുൽ ബാരിയിലുണ്ട്? ഞങ്ങൾക്കുള്ളത് ഏതോ വഹാബ് ഷോപ്പിൽ എഴുതി കൊടുത്താൽ അവിടെ വരണ്ട്. ഇത് അതുകൊണ്ട് ഇത് ഇസ്ലാം ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം ഫത്ഹുൽ ബാരി കാണിച്ചു തന്നു. ഇവിടെ തീരുമാനമാക്കാൻ അല്ല. ഇതിനകത്തുള്ള അസ്കലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ് കള്ളത്തിന് വായിച്ചിടങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫത്ഹുൽ ബാരി എടുത്ത് ഈ കുട്ടികളുടെ നിങ്ങൾ ദാടി വെച്ച ആൾക്കാർ വന്നാണ് മണ വായിച്ചേ. അല്ല പറഞ്ഞത് ഇതിന് വായിക്കുന്നത് ഇത് ഫത്ഹുൽ ബാരി ഗുലാബിന്റെ
ഫത്ഹുൽ ബാരിന്റെ അടിയിൽ ഇതാ ഞാൻ പേരുണ്ട്, ഇതാരാ ഇമാമല്ലത്, ഇത് ഏതോ വഹാബി മൗലവി അച്ചടിച്ചതാണിത്. ഈ പറഞ്ഞ കിതാബ് ഫത്ഹുൽ ബാരി പേരന്റെ അടിയിൽ എഴുതിയതാണ്. അതുകൊണ്ട് ഈ നുണ പറഞ്ഞാണ്ട് അത് സ്വന്തം സ്റ്റേറ്റിനെ നടത്തുന്നു. ഇല്ല മൗലവി, ഞാൻ ചോദിക്കുന്നു ഇസ്തിഹാസ നടത്ത. അപ്പോ ചെറിയ മക്കൾക്ക് മുമ്പിൽ പോലും പെടുകയാണ്. കളവ് പറഞ്ഞ് കുടുങ്ങുന്ന ഒരു സമൂഹം അത്രമാത്രം ഒരു അകപ്പതിച്ചു പോയി. ഇനി നിങ്ങൾ നോക്ക്, ഈ അടുത്ത് നടന്ന ആലുവ സംവാദം, അത് പിന്നെ കളവുകളുടെ ഘോഷയാത്രയായി. അതിൽ ഈ മൗലവി ഞങ്ങളൊരു ഹദീസ് എന്ന് ഓതിക്കൊടുത്തു. എന്താ ഹദീസ്? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലത്ത് ഈസാ നബി അലൈഹി സ്വലാം വരും, എന്നിട്ട് റൗദന്റെ സമീപത്ത് ചെല്ലും, റസൂലുള്ളാഹിനെ സഹായത്തിന് വിളിക്കും, ആ വിളിക്കുന്ന വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസ് നമ്മളാണ് പറഞ്ഞപ്പോ നമ്മളെ ആര് കായക്കൊടിക്കാരനാ മറുപക്ഷത്തുണ്ട്, അയാൾ പറഞ്ഞ കളവ് നോക്ക്. അതിൽ പറയുന്നു ഇത് ഹദീസ് തന്നെയല്ല. നിങ്ങൾ ചിന്തിച്ചോ, റസൂലുള്ളാഹിന്റെ വാക്ക്, റസൂലുള്ളാഹിന്റെ പ്രവർത്തനം, റസൂലുള്ളാഹിയുടെ മൗനാനുവാദം, ഇതല്ലേ ഹദീസ്? അള്ളാന്റെ റസൂൽ പറയാണ്, എന്റെ റൗദയുടെ സമീപത്ത് വന്ന് ഈസാ നബി എന്നെ വിളിക്കുമ്പോ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് ഇവരെ ആദർശത്തിന്റെ മുന്നിൽ കത്തിവെക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹനീഫ മൗലവി പറയുന്നു അത് ഹദീസ് തന്നെയല്ല. ഏതായാലും തെളിവ് പറഞ്ഞല്ലോ, പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗ ജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. ഇപ്പോ ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. കളവ് പറയുന്നു നിങ്ങൾ. റസൂലുള്ളാഹിന്റെ വാക്കിനെ കുറിച്ച് പിന്നെ എന്താ മൗലവി പറയാ? നിങ്ങളെ വാക്കിനെ കുറിച്ചാ പിന്നെ ഈ ഹദീസ് എന്ന് പറയാ? ഇനി 68ാമത്തെ കളവ് നോക്കിക്കോ. അയാൾ ഉടനെ പറയുന്നു, ഈ വാക്യത്തിന് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം 2 ന്യൂനതകളുണ്ട്. മഹാകളവ്. ആ ഹദീസിന് അങ്ങനെ ഒരു ന്യൂനത ഇന്നുവരെ കാണിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് വിധാന ശാസ്ത്രപ്രകാരം 2 ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്. വേറെയും നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമതായി തെളിയിക്കേണ്ടത് അതാണ്. അത് തെളിയിച്ചിട്ടില്ല. എന്ത്? ഇതിൽ ഇസ്തിഗാസയുണ്ടെന്ന്. രണ്ടാമത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. നമ്മൾ ചോദിച്ചു, എവിടെയാ മൗലവി അതിന്റെ ന്യൂനത? ആരാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? അപ്പൊ ഇയാള് പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങൾ ഇതിന്റെ എല്ലാ പരമ്പര ഇങ്ങോട്ട് വായിച്ചരി, ഞാനൊന്ന് നോക്കട്ടെ. അത് എവിടെ നോക്കിയിട്ട് ഞാനാണ് പറഞ്ഞുതരാം. ഒരു ഹദീസിന് ഒരു പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കണമെന്നല്ലേ മസാല. പക്ഷെ ഇയാള് പറഞ്ഞു വ്യത്യസ്തമായ പരമ്പര വായിക്കണം.